ശബരിമലയ്ക്ക് ആളുകൾ ചെരുപ്പിടാതെ മലയിലൂടെ നടന്ന് യാത്ര ചെയ്യുന്നു വർഷങ്ങളായിട്ട്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ശനിദോഷം കുറക്കുക എന്നുള്ളതാണ്. ഏഴര ശനി, കണ്ടകശനി ഇങ്ങനെയുള്ള ശനിഗ്രഹത്തിൻ്റെ റേഡിയേഷൻ പോസിറ്റീവാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നഗ്നപാതരായിട്ട് നടക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലെ നാട്ടിലൊക്കെ ഇതുപോലെ തന്നെ നഗ്നപാതരായിട്ട് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ശനിയുടെ ആ റേഡിയേഷൻ കുറക്കാനും അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇതിന് തന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. എള്ളുതിരി കത്തിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ, അതുപോലെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക, ചെരുപ്പ് ദാനം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ശനിയെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് നടക്കുക. എപ്പോഴും നമ്മൾ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യാതെ കുറച്ച് നിത്യവും നടക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നടക്കുമ്പോൾ തന്നെ നമ്മൾ ആ നടത്തം ആസ്വദിച്ച് നടക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അസുഖങ്ങളും കൂടി മാറാനായിട്ട് ഇടയാകും. അപ്പോൾ നമ്മളത് നഗ്നപതരായിട്ട് നടക്കുകയാണെങ്കിൽ ഭൂമിയിലേക്കുള്ളൊരു എർത്ത് നമ്മളിലേക്ക് ഒരു നടക്കും. അതായത് നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത് പോവുകയും നമ്മുടെ ശരീരം ഒരു ചാനലായിട്ട് പ്രവർത്തിക്കുകയും ഇടയാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ രക്തസഞ്ചാരമൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും നമുക്ക് നല്ല നിത്യൗവനത്തോടെ ഇരിക്കാനൊക്കെ സാധിക്കും. അതുപോലെ ചെരുപ്പ് ദാനം ചെയ്യുന്നത് കൂടാതെ തന്നെ നമുക്ക് ക്ലീനിങ് ചെയ്യാം. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റവും പരിസരവും അതുപോലെ ബാത്റൂം ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് നിത്യവും വെക്കുകയാണെങ്കിൽ നമുക്ക് ശനിയുടെ ഒരു അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കാനിടയാകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ശനിയെ പോസിറ്റീവാക്കാനായിട്ട് ശനി നെഗറ്റീവായിരിക്കുന്ന അല്ലെങ്കിൽ ശനിദോഷമുള്ള അല്ലെങ്കിൽ ആക്സിഡൻറ്റ്, കാലുമായി ബന്ധപ്പെട്ട അസുഖങ്ങളോ കാലിന് ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരിത്തരത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. താങ്ക് യു.